പോകാൻ വേണ്ടിയിട്ട് റിസൈൻ ചെയ്തതിലാണ് എനിക്ക് ഈ അവസരത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ആദ്യമായി തന്നെ അതിമനോഹരമായ ഈ ദിവസം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സാഗർ സാർ, ടെന്നി സാർ, ഫിലിപ്പ് സാർ, വിളിച്ചാൽ വെളിപ്പുറത്തെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഇവരെല്ലാവരും. കാരണം എന്ത് ഡൗട്ട് എപ്പോ വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ധൈര്യമുണ്ട് എനിക്ക്. പിന്നെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ബാക്കി എല്ലാവർക്കും നന്ദി. എന്റെ ഈ അനുഭവം പറയാനാണെങ്കിൽ ഞാൻ റീസെന്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ടൈമാണ് ഞാൻ വാക്പുണ്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ പറയാം. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രോഡക്റ്റ് ആണ് നമ്മുടെ വൂണ്ട് ഹീലിംഗ്. ശരിക്കും ഒരു മിറാക്കുലസ് പ്രോഡക്റ്റ് ആണ്. കാരണം ഞാനൊരു മെയ് 4-ാം തീയതി അനുഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. ഈ തടി കൊണ്ടുണ്ടാക്കിയ ചിരവ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അത്യാവശ്യം നല്ല ഹെവിയാണ്. കാരണം എന്റെ ചേട്ടന്മാര് കാർപ്പന്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടില് ഉപയോഗിക്കുന്ന സാധനം അതാണ്. അപ്പൊ അത് കുട്ടി, എന്റെ ഇളയ കുട്ടി അതിന്റെ മേളിൽ കയറി ഇരുന്നപ്പോ അത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാല് വെച്ചൊന്ന് തട്ടിയപ്പം ഈ ചിരവ എന്റെ കാലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വീണു. നല്ല ഹെവിയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് വീണ് കഴിഞ്ഞാൽ കാലവിടെ ഉണ്ടോന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു ചിരവയായിരുന്നു. അപ്പൊ അത് മറിഞ്ഞ് എന്റെ കാലിലേക്ക് വീണത് എന്റെ വലത് കാലിന്റെ തള്ളവിരലിലേക്കാണ് വീണത്. വീണ പാടെ എന്താ പറയാ, ഞാൻ നോക്കിയപ്പോ അതിന്റെ പരിസരം മുഴുവനും ചോരയാണ്. കാലിൽ നിന്ന് ബ്ലഡ് ചീറ്റുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. വേദന കൊണ്ട് ഞാൻ അവിടെ കിടന്നു. പിന്നെ കുഞ്ഞെന്റെ കയ്യിലുണ്ടായിരുന്നു. ഏതായാലും ഞാൻ താഴെ നിർത്തി. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ പിന്നീട് അവിടെ കിടന്ന് വല്ലാണ്ട് കരയാണ്. വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഒച്ചയില് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടില് എല്ലാവരും ഓടിക്കൂടി. ജോയിന്റ് ഫാമിലിയാണ് ഞങ്ങൾ, 13 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് എപ്പോഴും ആൾക്കാരുണ്ടാവും. എല്ലാവരും ഓടിക്കൂടി ഐസ് പാക്കും കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചു. ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായില്ല. അപ്പൊ തന്നെ വേദനയെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് നന്നായിട്ട് തല ഇറങ്ങുന്നുണ്ടായി. അപ്പൊ അമ്മ ഓടി വന്നിട്ട് 2 നോവേദന ക്യാപ്സ്യൂൾ എടുത്ത് തന്നു. അതപ്പൊ തന്നെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് വൂണ്ട് ഹീലിംഗ് ക്രീം എടുത്തിട്ട് വന്ന് പൊതിഞ്ഞു വെച്ചു. ഒരു ട്യൂബ് ഫുള്ളോടെ പൊതിഞ്ഞ് ആ വിരലിൽ വെച്ചു, കവർ ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ കാണുന്ന വൂണ്ട് ഹീലിംഗ് ക്രീം എല്ലാം ശരിക്കും റെഡ് കളറായി. അപ്പൊ നന്നായിട്ട് ബ്ലീഡ് ആവുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളുടെ വൈപ്പിൻ ടീമിന്റെ മീറ്റിംഗ് നടക്കേണ്ട ദിവസമാണ്. അപ്പൊ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടുള്ള ഇതില് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയ തിരക്കിനിടയില് ചിരവ ഒന്ന് നീക്കി വെച്ചതാണ് ഈ സംഭവത്തിന് കാരണം. അപ്പം ടെന്നി സാർ ഓൺലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടെന്നി സാർ ഇത് കാര്യം അറിഞ്ഞു. സാർ അപ്പൊ തന്നെ എന്റെ ചേട്ടന്റെ പിള്ളേരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, വൂണ്ട് ഹീലിംഗ് ക്രീം തേച്ചോന്ന് പറഞ്ഞു. ഓൾറെഡി അത് പൊതിഞ്ഞു വെച്ചു. സാർ പറഞ്ഞു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടെ പുരട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് പുരട്ടി. പിന്നെ കാല് എലിവേറ്റ് ചെയ്ത് കാല് പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലീഡിങ്ങിന് ചെറിയൊരു കുറവുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ വേദന വരാൻ തുടങ്ങി. കാരണം മരവിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. കാരണം നമുക്ക് ഈ അവസ്ഥ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ? കാരണം എന്താ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഫുൾ ബ്ലഡിനകത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയാൽ ചെയ്യുന്ന പ്രൊസീജിയർ എനിക്കറിയാം. കാരണം ഞാൻ പ്രൊഫഷണലി ഒരു നഴ്സാണ്. ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോകണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, വേറൊന്നും സംഭവിക്കില്ല. കാരണം എന്റെ കാലിലെ മുറിവ് എനിക്ക് ഹീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ ഫ്രാക്ചർ ആയിട്ടില്ല. കാരണം ഞാൻ കാല് മൂവ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫിംഗർ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല. 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് വൂണ്ട് ഹീലിംഗ് ക്രീം തന്നെ പൊതിഞ്ഞു വെച്ചു. പിന്നെ 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാല് പതിയെ ഒന്ന് താഴത്ത് കുത്തി. ചെറിയൊരു നീരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ തന്നെ എല്ലാവരുടെയും ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ചാമ്പിത്തൈലം പുരട്ടുക എന്നുള്ളതായിരുന്നു. ഞാൻ ചാമ്പിത്തൈലം പുരട്ടി. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ കാല് നോർമലി ഞാൻ നടക്കാൻ തുടങ്ങി. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവര് നേരെ വന്ന് ചവിട്ടുന്ന ആ വിരലിലേക്കായിരിക്കും. അന്നേരം എനിക്ക് വേദന ഉണ്ടായിരുന്നു. കാരണം ഉള്ളിലത്തെ മുറിവാണ്. നഖം പൊട്ടുവോ കീറോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഉള്ളിൽ നല്ല മുറിവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഹീൽ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. എങ്കിലും വൂണ്ട് ഹീലിങ്ങിന് ഒരു മുടക്കവും വരുത്താതെ ഞാൻ ചെയ്തു. പിന്നെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും വേദന വന്നു. എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നി. 95 കഴിച്ചു. 95 എടുത്ത് തന്നത് എന്റെ ഇളയ മകളാണ്. 4.5 വയസ്സേ ഉള്ളൂ. പക്ഷെ ആൾക്ക് എല്ലാ പ്രൊഡക്ട്സിന്റെയും പേരറിയാം. കാരണം എല്ലാവരും 2 പേരും ഈ പ്രൊഡക്ട്സിന്റെ ഫാൻസ് ആണ്. കാരണം ന്യൂട്രിലൈഫ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏകദേശം പ്രൊഡക്റ്റിന്റെ ഇതറിയാം. അതുകൊണ്ട് 95 കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുവിധപ്പെട്ട എന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞു.
കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ നഖത്തിന്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങി. സെക്കൻഡ് വീക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നോർമലായിട്ട് എന്റെ നഖവും എന്റെ വിരലുകളും എല്ലാം നോർമലായി. പിന്നെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം ഒരു വൈറ്റ് കളർ, അത് ആ ചതഞ്ഞതിന്റെ ഭാഗത്തുള്ള ഒരു വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഹീലായി. ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നെല്ലിയാമ്പതി മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ എന്റെ ലീഡേഴ്സിനെ ഒക്കെ കാണിച്ചു. എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഫസ്റ്റിലെ ഇമേജ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് ഇങ്ങനെ ആയല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഹീലായല്ലോ എന്ന് നമുക്ക് എനിക്ക് തന്നെ അവിശ്വസനീയമായ ഒരു റിസൾട്ടാണ്. പിന്നെ അതാണ് റീസെന്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു സന്തത സഹചാരിയാണ്. കാരണം എപ്പോഴും എന്റെ ബാഗിൽ ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എന്റെ ബാഗിൽ ഉണ്ടാവും. ഇത് കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാനത് കരുതും. കാരണം എപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു ധൈര്യമാണ്, അതെപ്പോഴും ഉണ്ടാവും കൂടെ. പിന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചാൽ 95 ഒരു മുടക്കം വരാറില്ല. ഇപ്പൊ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ അത് ഒന്ന് നിർത്തിയിട്ട്. പിന്നെ 95 വുമൺ കമ്പാനിയൻ, പിന്നെ ബ്ലഡ് പ്യൂരിഫയർ, ഇതൊക്കെ ഞാൻ കഴിക്കുന്നത്. എനിക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ലിവറിനെയാണ് ബാധിച്ചത്. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നോട് അമ്മ കുറെ നാളായി, എന്റെ ഹസ്ബൻഡിന്റെ അമ്മ കുറെ നാളായി പറയുന്നുണ്ടെങ്കിലും എനിക്ക് പ്രൊഡക്റ്റിനെ പറ്റി 2016 തുടങ്ങി എനിക്ക് അറിയാമെങ്കിലും ഈ ബിസിനസിന്റെ അവസ്ഥകൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഈ ഡയറക്ട് സെയിൽ എന്താണെന്നോ അതിന്റെ സാധ്യതകൾ എന്താണെന്നോ അറിയത്തില്ലാത്തത് കൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പ്രൊഡക്റ്റ് എനിക്ക് വിശ്വാസമായിരുന്നു. കാരണം എനിക്ക് എന്റെ വീട്ടില് 2016 കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയാവുന്നത് കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിസിനസ്സിൽ വന്നേനോ, അത് എന്തുകൊണ്ട് ഇത് ഇത്രയും ഈ പോപ്പുലാരിറ്റി ഇങ്ങനെ വരുന്നതെന്നോ അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അമ്മ കുറച്ച് പാടുപെട്ടു. എങ്കിലും വന്നു കഴിഞ്ഞ് ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ആയിട്ട് GTS അറ്റൻഡ് ചെയ്യുന്നത്. GTS അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറപ്പായി. കാരണം ഇതിൽ എന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് സാർ, ടെന്നിസ് സാറൊക്കെ എനിക്ക് കുറെ നഴ്സുമാരെ കാണിച്ചു തന്നു. അപ്പൊ ഞാനും വിചാരിച്ചു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് ആ ജോലി വേണ്ടാന്ന് വെച്ച് ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് എൻട്രി നടത്തിയിരിക്കുന്ന നഴ്സുമാരെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം ആതുര സേവനമാണ് ഞാൻ ചെയ്തിരുന്നെങ്കിലും ഇതും ഒരു ആതുര സേവനം തന്നെയാണ്. കാരണം നമ്മൾ ബിസിനസ് എന്നുള്ള മൈൻഡോടെ അല്ല ആദ്യം ഒരാൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇപ്പം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകന് വേണ്ടിയിട്ടാണ്. 9 വയസ്സേ ഉള്ളൂ, പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. അവൻ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യുക, കാരണം ജന്മന ഉള്ള ഒരു അസുഖമാണ്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റില് ഒരു 90% നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം മിറാക്കിൾസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാം നമുക്ക്. കാരണം ഇപ്പൊ ജന്മന ഉള്ളതാണെങ്കിലും നമ്മുടെ ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനത്തെ മാറ്റിക്കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഈ പ്രൊഡക്റ്റില്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഈ സംഭവത്തിലേക്ക് വരാൻ കാരണം ഒരു നിമിത്തം എന്ന വണ്ണം ആദ്യമൊന്നും അമ്മ ബിസിനസിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പം നിമിത്തമായിരിക്കാം എനിക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നു. എന്റെ ലിവറിനെ ബാധിച്ചു. SGOT SGPT എന്ന് പറയുന്ന 2 ഹോർമോൺസ് 24-34 എന്ന റേഞ്ചിൽ നിൽക്കേണ്ടത് എനിക്ക് 400-300 ആയിരുന്നു. അപ്പം എന്റെ മുഖം എല്ലാം ഭയങ്കര സ്വെല്ലിംഗ് ആയി. അങ്ങനെയാണ് ഞങ്ങളിത് കാണുന്നതും ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതും. അപ്പൊ ലിവർ പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് സംഭവം. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു മെഡിക്കൽ ട്രസ്റ്റിൽ അഡ്മിറ്റ് ആയി. 10 ദിവസം ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയി. കാരണം ഇതിന്റെ സിംറ്റംസ് കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരസിറ്റമോൾ ഒക്കെ ഈ പോയിസണിങ് ആകുമ്പോൾ, അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പാരസിറ്റമോൾ ഒക്കെ കഴിക്കുമ്പം അതിന്റെ ആന്റിഡോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കും. കാരണം അതിന്റെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും വിഷാംശം നമ്മുടെ ശരീരത്തിൽ ബാധിക്കാതിരിക്കാൻ ഒരു ആന്റിഡോട്ട് കൊടുക്കും. ആ മരുന്നാണ് അവർ എനിക്ക് തരുന്നത്. അത് കഴിക്കാൻ സ്വതവേ ഞാൻ മരുന്നുകൾ മാക്സിമം ഒഴിവാക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം അത് കഴിക്കാൻ ഒരുപാട് പാടുപെട്ടു. അപ്പം ശരിക്കും ബെഡ് റിഡൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയായിരുന്നു. ഞാൻ വല്ലാണ്ട് ടയേർഡ് ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡാണ് മെഡിസിൻസും കാര്യങ്ങളെല്ലാം എനിക്ക് തരുന്നത്. അപ്പൊ